ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. പ്രിയ സഹോദരങ്ങളെ, ദൈവത്തിൻ്റെ മക്കളെ, പുതിയൊരു പ്രഭാതം കൂടി നമ്മൾക്ക് കാണുവാനും ആ പ്രഭാതത്തോടൊപ്പം കഴിയുവാനും ദൈവം നമ്മളെ തിരഞ്ഞെടുത്തതിന് ദൈവത്തിന് നന്ദി പറയാം. ഇന്ന് നമ്മൾ ശ്രവിക്കുന്ന തിരുവചന ഭാഗം 115 സങ്കീർത്തനം 11-12 തിരുവചനങ്ങൾ. കർത്താവിൻ്റെ ഭക്തരെ, കർത്താവിൽ ആശ്രയിക്കുവിൻ. അവിടുന്നാണ് നിങ്ങളുടെ സഹായവും പരിചയം. കർത്താവിന് നമ്മെക്കുറിച്ച് വിചാരമുണ്ട്. അവിടുന്ന് നമ്മെ അനുഗ്രഹിക്കും. പ്രിയ സഹോദരി സഹോദരങ്ങളെ, ദൈവമക്കളായ നമ്മളെ വളരെ വ്യക്തമായിട്ട് കർത്താവ് നമ്മളോട് പറയുകയാണ്, എൻ്റെ ഭക്തരെ, നിങ്ങൾ എന്നിൽ ആശ്രയിക്കുവിൻ. ഞാനാണ് നിങ്ങളുടെ സഹായവും പരിചയം. നിങ്ങളുടെ ഏത് പ്രശ്നത്തിലും, നിങ്ങളുടെ ഏത് സാഹചര്യത്തിലും ലോകം നിങ്ങളെ സഹായിക്കുവാനില്ല. ഞാനായിരിക്കും നിങ്ങളെ സഹായിക്കുന്നത്. നമുക്കറിയാം, പരിച ഒരാപത്തിൽ നിന്നും നമ്മളെ സംരക്ഷിക്കുന്ന ഒന്നാണ്. ഇവിടെ കർത്താവ് പറയുകയാണ്, ഞാൻ നിങ്ങളുടെ പരിചയമാണ്. പിശാചിനെതിരായിട്ടുള്ള യുദ്ധത്തിൽ, തിന്മയ്ക്കെതിരെ യുദ്ധം ചെയ്യുമ്പോൾ അതിൽ നിന്നും മുറിവേൽക്കാതെ അതിൽ നിന്നും നിന്നെ രക്ഷപ്പെടുത്തുവാൻ, നിന്നെ സംരക്ഷിക്കുവാൻ കഴിവുള്ള പരിച പോലെ നിൽക്കുന്ന നിന്റെ ദൈവമാണ്. ആ കർത്താവിന് നിന്നെക്കുറിച്ച് എപ്പോഴും വിചാരമുണ്ട്. ഈ ലോകത്ത് 800 കോടി ജനങ്ങളുണ്ടെങ്കിൽ പോലും അവരിൽ ഓരോരുത്തരെക്കുറിച്ചും ആ ദൈവത്തിന് നല്ല വിചാരമുണ്ട്. കാരണം ദൈവം അരൂപിയായി നിൽക്കുന്നത് കൊണ്ട് എൻ്റെ അടുക്കൽ നിൽക്കുന്ന അതേ ദൈവം നിങ്ങളുടെ അടുത്തുമുണ്ട്. ഈ 800 കോടി ജനങ്ങളുടെ തൊട്ടടുത്തും ദൈവം നിൽപ്പുണ്ട്. ആ ദൈവത്തിന് ഓരോരുത്തരെക്കുറിച്ചും വിചാരമുണ്ട്. അവിടുന്ന് ഓരോരുത്തരെയും നിമിഷം തോറും അനുഗ്രഹിച്ചുകൊണ്ടിരിക്കുകയാണ്. നമ്മളത് മനസ്സിലാക്കുന്നില്ലെന്നേ ഉള്ളൂ. നമ്മൾ ജീവിച്ചിരിക്കുന്നത് തന്നെ ഏറ്റവും വലിയ അനുഗ്രഹമാണ്. ആ കർത്താവ് നിന്റെ കൂടെ ഉള്ളതുകൊണ്ടാണ് നീ ജീവനോടെ ഇപ്പോഴും ഇരിക്കുന്നത്. അതിന് നമുക്ക് ദൈവത്തിന് നന്ദി പറയാം. എല്ലാ ശത്രുക്കളിൽ നിന്നും, എല്ലാ തിന്മയിൽ നിന്നും ഒരു പരിച പോലെ എന്നെ സംരക്ഷിക്കുകയും എപ്പോഴും എന്നെ അനുഗ്രഹിക്കാൻ എൻ്റെ കൂടെ നിൽക്കുകയും എന്നെ സഹായിക്കുവാൻ തയ്യാറായെന്ന് കർത്താവിന് ഞാൻ നന്ദി പറയുന്നു എന്ന് പറഞ്ഞു ആ ദൈവത്തോട് ചേർന്ന് നിൽക്കാം. ആ ദൈവം നിങ്ങളുടെ ബെസ്റ്റ് കമ്പാനിയനായി മാറട്ടെ. പിതാവായ ദൈവത്തിൻ്റെയും പുത്രനായ ഈശോ മിശിഹായുടെയും പരിശുദ്ധാത്മാവിൻ്റെയും സഹായത്താൽ ദൈവത്തോടൊപ്പം യാത്ര ചെയ്യുവാൻ കർത്താവ് നിങ്ങളെ സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ.